എല്ലാം കൈവിട്ട അവസ്ഥയിൽ എന്തും ചെയ്യുമെന്ന അവസ്ഥയിൽ തന്നെയാണ് ഇറാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. റഷ്യയുമായി ഇറാൻ നേരത്തെ സംസാരിച്ചിരുന്നു. അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതിനുള്ള പിന്തുണ വേണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. റഷ്യ അതേസമയം അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വരികയും ചെയ്തതാണ്. അതിന് പിന്നാലെ സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളോട് ഇങ്ങനെ ഒരു ആക്രമണ മനോഭാവം ഇറാൻ കാണിക്കില്ല എന്ന പ്രതീക്ഷ തന്നെയായിരുന്നു. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹ്റൈൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവിടുത്തെ പൗരന്മാർക്ക് നൽകിയിരുന്നു. കാരണം അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ അമേരിക്കയുടെ ഈ കാണുന്ന മാപ്പിൽ വ്യക്തമാണ് അമേരിക്ക ഇറാന് ചുറ്റും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എത്രത്തോളമാണ് എന്ന്. നമുക്കറിയാം, ഒമാൻ, UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ കൃത്യമായി അവർക്ക് സൈനിക ബേസുകളുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് സൗദി അറേബ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ പറന്നുയർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ ഇറാൻ നടത്തിയ ഖത്തറിലെ അൽ ഖുദൈദ് അടക്കമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ അത് പക്ഷേ വിജയിച്ചിട്ടില്ല. ഈ കാണുന്ന എല്ലാ സൈനിക താവളങ്ങളും കൃത്യമായ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അങ്ങനെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്താൻ ഇറാന് കഴിയില്ല. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഖത്തർ ഭരണാധികാരിയുടെ കൃത്യമായ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. കാരണം ഖത്തറിന്റെ എയർ സ്പേസ് ഉപയോഗിച്ച് ഖത്തറിലാണ് അമേരിക്കൻ സൈനിക താവളത്തിനെതിരെയാണ് ആക്രമണമെങ്കിലും അത് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിന്റെ പരമാധികാര പരിധിക്കുള്ളിലാണ് അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതിനെതിരായ ആക്രമണം സ്വാഭാവികമായിട്ടും ഖത്തറിന്റെ പരമാധികാരത്തിനെതിരായുള്ള ആക്രമണമായി തന്നെ കരുതും. അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ് എന്ന മുന്നറിയിപ്പ് ഖത്തർ കൂടി നൽകുന്നു. അതായത് ഒരുപക്ഷെ ഖത്തർ കൂടി അല്ലെങ്കിൽ ഇപ്പോൾ ഇറാഖിലേക്ക് ആക്രമണം നടത്തുമെന്ന് അറിയുന്നു. UAE അടക്കമുള്ള അമേരിക്കൻ സൈനിക ബേസുകളിലേക്ക് ഇറാൻ ഇനിയും ആക്രമണം നടത്തിയേക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ഈ ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനെതിരായി നിലപാടെടുക്കേണ്ട സാഹചര്യം വന്നുപോകും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ആ നാടിൻ്റെ സുരക്ഷ, അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ സ്വാഭാവികമായിട്ടും UAE ആണെങ്കിലും ഖത്തറാണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും അവർക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം ആ നാട്ടിലെ പൗരന്മാരുടെയും അവിടെ അധിവസിക്കുന്ന മറ്റ് പ്രവാസികളായി ഇന്ത്യക്കാർ എത്ര പേരുണ്ട്, ലക്ഷക്കണക്കിന് പേർ അധിവസിക്കുന്ന ഇടമാണ്. അപ്പോൾ അവരുടെ സുരക്ഷയാണ് അവർക്ക് പ്രാധാന്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ ആക്രമണമെങ്കിലും അത് ഈ രാജ്യങ്ങളുടെ ഒക്കെ പരമാധികാരത്തിനെ വെല്ലുവിളിക്കുന്ന നടപടിയായി ഇറാന്റേത് മാറും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏകദേശം 40,000-ഓളം സൈനികരാണ് ഈ 19 ഇടങ്ങളിലായി ഇറാഖിന് ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങളായി അമേരിക്കൻ സൈനിക താവളങ്ങളുള്ളത്. അവിടെയെല്ലാം ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ, അത് ഫൈറ്റർ ജെറ്റുകളാകട്ടെ അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റം ആകട്ടെ, മിസൈൽ സംവിധാനമാകട്ടെ, അതെല്ലാം നമുക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കയുടെ സൈനിക ശക്തി അത് മറ്റൊരു രാജ്യങ്ങൾക്കും അവകാശപ്പെടാനാകാത്ത കരുത്ത് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അത്രയും സംവിധാനങ്ങൾ ഇതിന് ചുറ്റും വിന്യസിച്ചുകൊണ്ടാണ് അമേരിക്ക നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും B-2 സ്പിരിറ്റ് ഉപയോഗിച്ചുള്ള അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ തകർത്തെറിഞ്ഞ ഫോർദോ അടക്കമുള്ള കാര്യങ്ങളിൽ ആ ആക്രമണത്തിന് പിന്നാലെ സ്വാഭാവികമായിട്ടും ഇറാന്റെ ഭാഗത്തുനിന്നുള്ള തിരിച്ചടി അമേരിക്ക ഉറപ്പായും പ്രതീക്ഷിച്ചത്. ഒരു സൈനിക തന്ത്രം എന്ന നിലയ്ക്ക് തന്നെ ഒരു ആക്രമണം നടത്തിയാൽ അതിനൊരു പ്രത്യാക്രമണം ഏതൊരു സൈന്യവും ഏതൊരു രാജ്യവും പ്രതീക്ഷിക്കും. അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ അവർ നടത്തിയപ്പോൾ പൂജ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു, പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണും. ഖത്തറിൽ നിന്നൊക്കെ വന്ന ദൃശ്യങ്ങളിൽ മലയാളികളാണ് ആകാശത്ത് കാണുന്ന കണ്ടില്ലേ, നെഞ്ചു പിടയ്ക്കണു, നിൽക്കാൻ കഴിയുന്നില്ല, പേടിക്കുന്നു എന്ന് പറയുമ്പോൾ ആകാശത്ത് വെച്ച് തന്നെ ഇറാന്റെ മിസൈലുകളെ തകർക്കാൻ ഈ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് കഴിയുന്നുണ്ട്. അത് ആ കാണുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതായത് ആകാശത്ത് വെച്ച് തന്നെ ആ മിസൈലുകൾ തകർക്കുന്നുണ്ട്. എത്രയേറെ ഇപ്പോൾ 100% പൂർണ്ണതയിലേക്ക് ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. ചിലപ്പോൾ ഈ വ്യോമ പ്രതിരോധത്തെ ലംഘിച്ചുകൊണ്ട് അതിൽ മറികടന്നുകൊണ്ട് ഒരുപക്ഷെ ഈ മിസൈലുകൾ വീണാൽ അത് വലിയ അപകടങ്ങളിലേക്ക് പോകും. അങ്ങനെ പതിച്ചാൽ നിലവിൽ ഓർക്കുക, ഇപ്പോൾ ഇതുവരെ ഈ ഖത്തറിൽ മിസൈലുകൾ വീണതായിട്ട് വിവരമില്ല. ആക്രമണം നടത്തി, പക്ഷെ അതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് തകർക്കപ്പെട്ടു എന്നാണ് വിവരം. മിസൈൽ ഖത്തറിൽ വീണാൽ, അത് ഏതെങ്കിലും നിലയിൽ അമേരിക്കൻ ബേസിന് പുറത്തേക്കോ ഒക്കെ വീണാൽ, അമേരിക്കൻ ബേസിൽ വീണാൽ പോലും അത് ഖത്തറിനെതിരെയുള്ള യുദ്ധമായി അവർക്ക് പരിഗണിക്കാൻ കഴിയുമെന്നതാണ് പ്രധാനം. അങ്ങനെയെങ്കിൽ ഖത്തർ അടക്കം ഇറാനെതിരെ നിലപാടെടുക്കേണ്ട സാഹചര്യം വന്നു പോകും. ഇപ്പോൾ എത്രയേറെ ഗൾഫ് രാജ്യങ്ങൾ വളരെ സമവായത്തിൻ്റെ പാതയിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടലുകളൊക്കെ ഗൾഫ് രാജ്യങ്ങൾ UAE-യും സൗദിയും ഒക്കെ മുന്നിട്ട് ഇറങ്ങി നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇറാനും ഇസ്രായേലും കടുത്ത നിലപാട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത് തീരത്തടിയാതെ പോകുന്നത്. സമാധാന ചർച്ചകൾക്കുള്ള ശ്രമങ്ങളൊന്നും തീരത്തടിയാതെ പോയത്. പക്ഷേ ആ നിലയ്ക്ക് ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമുള്ള യുദ്ധത്തിൽ നിന്ന് മറികടന്ന് അമേരിക്ക അതിൽ ഇടപെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇടപെട്ടതെന്നാണ് റഷ്യയും അല്ലെങ്കിൽ സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അമേരിക്കയുടെ ആ ഇടപെടൽ ഈ കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു എന്നാണ്. സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ച് ഇസ്രായേൽ അവരെ ആക്രമിക്കുന്നു, അതിന് പിന്നാലെ അമേരിക്കയുടെ ആക്രമണം നടത്തുമ്പോൾ ഒരു രാജ്യം ഒരുപക്ഷെ അവരുടെ അഭിമാനം നിലനിർത്തുക എന്നതിൻ്റെ ഭാഗമായി ഇറാനും
പരിധികൾ അല്ലെങ്കിൽ എല്ലാ അതിർത്തികളെയും മറികടക്കുന്ന ഒരു പ്രത്യാക്രമണ രീതിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അവിടെ നമുക്കറിയാം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുമല്ല ഇറാൻ പ്രവർത്തിക്കുന്ന അയത്തുള്ള അലി ഖമനൈ എന്ന പരമോന്നത നേതാവിൻ്റെ കീഴിലാണ്. മറ്റ് സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഖമനൈ എന്തു തീരുമാനിക്കുന്നു അതിനനുസരിച്ച് നടക്കുന്നതാണ്. അവിടുത്തെ റവല്യൂഷണറി ഗാർഡ് ഏത് നിലയിലാണ് പ്രവർത്തിക്കുന്നത്, അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, അതൊക്കെ പലതവണ ചർച്ചകളായിട്ടുള്ളതാണ്, വിവാദങ്ങളായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യ സംവിധാനത്തിൽ അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയെ കരുതി ഇറാൻ പിന്നോട്ട് പോകുമെന്ന് നിലവിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, പ്രതീക്ഷിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഖത്തറിനെയും ഇറാഖിനെയും അടക്കമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ ഇതിനുള്ള പ്രത്യേകത അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സൗദി അറേബ്യയിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ പറന്ന് പൊങ്ങിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. പൂർണ്ണമായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല, പക്ഷേ അത് സ്വാഭാവികമാണ്. കാരണം അമേരിക്ക ഒരു കനത്ത ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാൻ ഏതു വിധേനയും തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ അമേരിക്കൻ സേന മുന്നിൽ കണ്ടിട്ടുണ്ടാകും. അത് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഖത്തറിൽ വിജയം കണ്ടത്. മിസൈലുകൾ നിലത്ത് പതിച്ചിട്ടില്ല എന്ന് നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ കാര്യമാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പോകട്ടെ, മറ്റ് രാജ്യങ്ങളുടെ സംഘർഷം പോകട്ടെ, നമ്മൾ വളരെ വൈകാരികമായി എടുത്താൽ നമ്മൾ മലയാളികളടക്കം ഇന്ത്യക്കാരടക്കം എത്രയോ പേർ അധിവസിക്കുന്ന ഇടങ്ങളാണ്. ഒരു മിസൈൽ പോലും വീണാൽ അത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് പോകും, വലിയ ആശങ്കയിലേക്ക് പോകുമെന്നത് തീർച്ചയായും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ സുരേഷ് വെല്ലുപറ്റം അടക്കം സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യങ്ങളിൽ, ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിലെല്ലാം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം അവിടുത്തെ എല്ലാ പൗരന്മാർക്കും നൽകുന്നു. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. പ്രതിരോധ സംവിധാനങ്ങൾ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും, ഒരുപക്ഷെ എത്ര മികച്ചു നിന്നാലും ഒരുപക്ഷെ അതിനെ മറികടന്ന് ഈ മിസൈലുകൾ പതിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ഇസ്രയേലിലേക്ക് സെജിൽ മിസൈലുകളടക്കം, ഖറംഷാർ മിസൈലുകളടക്കം ഇറാൻ പറത്തിവിട്ടതാണ്.